ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു വീക്ക് ഡേയിലെ രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് കാണിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനും അതുപോലെ തന്നെ എൻ്റെ ഡെയിലി ക്ലീനിങ് റുട്ടീനും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് എഴുതി വെച്ചു. അപ്പോൾ ഈ പ്ലാനർ എനിക്ക് അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. സാധാരണ നോട്ട്ബുക്ക് തന്നെയാണ് നമുക്ക് കുറച്ചുകൂടി സൗകര്യമായിട്ട് തോന്നിയത്. അപ്പം വെള്ളം കുടിക്കണം രാവിലെ തന്നെ. അപ്പം ഇതൊക്കെ ഡെയിലി റുട്ടീനിൽ വരുന്നതാണ് കേട്ടോ. അപ്പം 2 ഗ്ലാസ് വെള്ളം കുടിക്കുക, അതുപോലെ രാവിലെ തന്നെ ബദാം അല്ലെങ്കിൽ റൈസിൻസ് കഴിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു റുട്ടീൻ. പിന്നെ ഇതാ കുറച്ച് വൻപയർ ചെറുപയറൊക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് വേഗം തന്നെ രാവിലത്തെ കാര്യങ്ങളിലോട്ട് പോവാം. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇഡ്ഡലിയും ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ദോശമാവ് ഉണ്ടാക്കി വെച്ചിട്ടില്ല. ഞാൻ ഐഡിയുടെ പാക്കറ്റ് ദോശമാവ് വാങ്ങിച്ചതാണ്. ഇവിടെ മെയിൻലി ഇപ്പം ദോശയൊക്കെ ഉണ്ടാക്കിയാൽ സാധാരണ നമ്മൾ ദോശമാവ് അരച്ച് വെച്ചാൽ 2-3 ദിവസമൊക്കെ ദോശ ഇഡ്ഡലി അങ്ങനെ മാറിയല്ലേ. അപ്പോൾ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റില്ല, ഇഷ്ടമല്ല ഇവിടെ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചാലും പിന്നെ ബാക്കി മാവ് ഇരുന്ന് പുളിച്ചു പോവും. അപ്പം ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ആയപ്പോൾ എനിക്ക് ദോശ അടിക്കാൻ കുറച്ച് മടിയുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ഇഡ്ഡലി ഉണ്ടാക്കണമെന്ന് തോന്നിയോണ്ട് ഞാൻ തലേദിവസം ദോശമാവ് ഐഡിയുടെ വാങ്ങി വെച്ചതാണ്. അപ്പം വേറെ ഏത് മാവിനേക്കാളും ഐഡിയുടെ കുറച്ചുകൂടി ഒരു ഹെൽത്തി ആണെന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അത് വെച്ചിട്ട് ദോശയും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയെടുത്താൽ എന്തായാലും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ ഇപ്പം വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്തായാലും പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് ഉണ്ടാക്കുന്നത് കുമ്പളങ്ങ മോരേറി ഉണ്ടാക്കണം, ചീര തോരൻ വെക്കണം. അപ്പം ചീര അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ രാവിലെ ഇഡ്ഡലി ചമ്മന്തി ഉണ്ടാക്കണം. അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ദോശമാവ് റെഡി ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഞാനതിൻ്റെ തണുപ്പൊന്ന് മാറിയതിന് ശേഷം നമ്മുടെ ഇഡ്ഡലി കുക്കറിനകത്തോട്ട് ജസ്റ്റ് ഒഴിച്ചു കൊടുത്താൽ ഇഡ്ഡലി റെഡി ആവുമല്ലോ. അപ്പോൾ ഞാനതിൻ്റെ പാത്രമൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്. ഞാനതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ അംശം ഇരുന്നാൽ ഇഡ്ഡലി കുറച്ച് വെള്ളം വിട്ട പോലെ ഇരിക്കുമല്ലോ. അപ്പോൾ അതൊന്ന് തുടച്ചു കൊടുത്തതിന് ശേഷം എണ്ണ തടവിയിട്ട് മാവ് ഒഴിച്ചു കൊടുത്താൽ പിന്നെ റെഡി ആയിക്കോളുമല്ലോ. അപ്പോൾ ഈ ഐഡിയുടെ ദോശ ഇഡ്ഡലിയൊക്കെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ കഴിയണതും ഞാൻ അതിൻ്റെ മാവ് ഉണ്ടെങ്കിലാണ് നമ്മളിങ്ങനെ പുറത്തുനിന്ന് വാങ്ങിക്കാറുള്ളൂ. അപ്പോൾ ബാക്കി വന്ന മാവ് ഞാൻ ദാ ചെറിയൊരു സ്റ്റീലിൻ്റെ പാത്രമുണ്ട്, അതിനകത്തോട്ട് ആക്കി വെക്കുകയാണ് കേട്ടോ. ഇഡ്ഡലി ആവുന്ന സമയം കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ചുവന്നുള്ളി, ഒരു കഷ്ണം ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ 2 പച്ചമുളക്, പിന്നെ ഞാൻ ഇടയ്ക്ക് മല്ലിയില ചേർക്കും കേട്ടോ. മല്ലിയിലയും വേപ്പിലയും ചേർക്കും. അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അതല്ലെങ്കിൽ വേപ്പില മാത്രം ചേർത്തിട്ട്, അപ്പം നമ്മൾ പലപ്പോഴും വേപ്പില എടുത്ത് കളയുമല്ലേ ചെയ്യുന്നത് ചട്നിന്ന്. പക്ഷെ നമ്മളിങ്ങനെ 2-3 വേപ്പിലയൊക്കെ അടിച്ച് ചേർക്കുവാണെങ്കിൽ അത് എന്തായാലും നമ്മുടെ ഉള്ളിലോട്ട് ചെല്ലുമല്ലോ. അപ്പം വേപ്പിലയൊക്കെ ഒത്തിരി നല്ലതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചട്നി അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അപ്പുറത്തെ കൗണ്ടർ ടോപ്പ് നിറയെ ഐറ്റംസാണ് കേട്ടോ. OTG ഓവൻ യൂസ് ചെയ്യുമ്പോഴത്തേനും ആ ഓവൻ എടുത്തിട്ട് കൗണ്ടർ ടോപ്പിൽ കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ അപ്പുറത്തെ ഓവൻ നിറയെ ഐറ്റംസ് ഉണ്ടാവും. അപ്പോൾ ഇഡ്ഡലിയുടെ തണുപ്പ് മാറിയതിന് ശേഷം അത് കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചട്നി ഇപ്പുറത്തെ ചീനച്ചട്ടിയിൽ റെഡിയാവുന്നുണ്ട്. അപ്പോൾ മോൻ ഈ ഒരു സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആവുന്ന ഒരു 7:30 to 8 അവൻ പഠിക്കാൻ വേണ്ടി വരും കേട്ടോ. അപ്പം കുട്ടികൾ വില്ലിങ് ആയിട്ട് വരുമ്പോൾ എനിക്ക് ശരിക്കും തിരക്കുള്ളൊരു സമയമാണ്. കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മുടെ ആ ഫുഡിൻ്റെ ഇടയിൽ വരുന്നത്. പക്ഷേ ഈ ഒരു സമയത്ത് പഠിക്കണമെന്ന് ഇൻട്രസ്റ്റ് ആയിട്ട് വരുമ്പോഴത്തേനും ഞാൻ പിന്നെ എതിര് പറയാറില്ല. അപ്പോൾ ഇന്ന് ടീച്ചേഴ്സ് ഈ ഒരു ടേം തൊട്ടിട്ട് ഇങ്ക് പെൻ യൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞേക്കാണ് കേട്ടോ. അപ്പോൾ ഇത്രയും നാളും പെൻസിലായിരുന്നു. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനും ഇങ്ക് പെൻ കാണുന്നത്. പണ്ട് സ്കൂളിലൊക്കെ വെച്ച് യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ ബോൾ പോയിൻറ്റ് പെന്നായി. കോളേജിലൊക്കെ വെച്ചിട്ട് ബോൾ പോയിൻറ്റ് പെന്നായിരുന്നു. അപ്പോൾ ഇവർക്ക് ആദ്യമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ക് പെന്നാണ്. അപ്പോൾ നമ്മുടെ പഴയ ഹീറോ പെൻ, ശരിക്കൊരു പഴയ ഓർമ്മകളൊക്കെ തിരിച്ചു വന്നു. അപ്പോൾ ബ്രില്ലിൻ്റെ മഷിയും ഇങ്ക് പെന്നൊക്കെ വാങ്ങി അതൊക്കെ നിറച്ച്, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് സ്റ്റേഷനറിയും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, മാർക്കേഴ്സൊക്കെ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കാണിച്ചതാണ്. അപ്പോൾ
അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ പെന്നിൽ ഇങ്കൊക്കെ നിറച്ചിട്ട് ഒന്ന് എഴുതി നോക്കി അവനതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൽ ഇങ്ക് നിറയ്ക്കും. ഓക്കെ, ഇതിൽ ഇങ്ക് ഉണ്ടോ? അതിൽ ഇങ്കില്ല. ഫസ്റ്റ് അതും പിന്നെ നമ്മുടെ ഫുഡൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇഡ്ഡലിയും മല്ലിയിലൊക്കെ ഇട്ട് തേങ്ങയിട്ട് അരച്ച് വെച്ച ചമ്മന്തിയും. അത് കഴിഞ്ഞ് മോൻ്റെ ഓൺലൈൻ ക്ലാസ് തുടങ്ങി. അന്നത്തെ ദിവസം ഫസ്റ്റ് അവർ ഡ്രോയിങ് ക്ലാസ്സാണ്. പെൻസിൽ ഡ്രോയിങ് മാത്രമാണ് കേട്ടോ ഇവിടെ എക്സ്ട്രാ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ചെയ്യുന്നൊരു കാര്യം. ബാക്കിയെല്ലാം ചെയ്യാൻ മടിയാണ്. നല്ല വെയിലുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ചവിട്ടിയൊക്കെ അലക്കാനിട്ടിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കറ്റാർവാഴയൊക്കെ ഒന്ന് ക്രീം ജെല്ലുണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ചൊന്ന് അലക്കാനിട്ടു. അപ്പോൾ രാവിലെ തന്നെ ഒരു ലോഡ് ലോണ്ട്രി എന്തായാലും ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ നല്ലപോലെ ഡ്രസ്സ് ഇച്ചിരി കൂടുതൽ അലക്കാൻ വരുന്നൊരു ഫാമിലിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഡെയിലി അലക്കിയില്ലെങ്കിൽ പണി കിട്ടും. പിന്നെ കുറച്ച് ബിൽസ് അടയ്ക്കാനുള്ളത്, പിന്നെ അതുപോലെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ളതൊക്കെ ഒന്ന് കുറച്ച് കോൾസ് ചെയ്യാനുള്ളതും ബിൽസ് അടയ്ക്കാനുള്ളതും അതൊക്കെ ചെയ്തു. അതിൻ്റെ കൂടെ കുറച്ച് സ്റ്റിക്കേഴ്സ് നമ്മുടെ പ്ലാനറിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനും അതിപ്പോഴാട്ടോ കണ്ടത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കാണിച്ചതാണ്. അപ്പോഴേക്കും അവൻ്റെ ഡ്രോയിങ് ക്ലാസ് കഴിഞ്ഞു. അവൻ വരച്ച പിക്ചറാണ് കേട്ടോ. ഒരു കുട്ടി സ്കൂളിലോട്ട് പോകുന്ന പിക്ചറാണെന്ന് തോന്നുന്നു. പിന്നെ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെക്കാനുണ്ടായി. അപ്പോൾ മുട്ട ഞാൻ ഇതുപോലെയുള്ള ബോക്സിലാക്കിയിട്ടാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അത് ആ സമയത്ത് വെച്ചപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതാണ്. ഫ്രിഡ്ജിൽ ഇത് നമ്മുടെ ഡോറിലല്ല ഞാൻ വയ്ക്കുന്നത്, ഫ്രിഡ്ജിൻ്റെ അകത്ത് തന്നെയാണ് വയ്ക്കുന്നത്. പിന്നെ ആസ് യൂഷ്വൽ മിഡ് മോർണിംഗ് സ്നാക്കൊക്കെ കുട്ടികൾക്ക് കൊടുത്തു. പിന്നെ കുമ്പളങ്ങ ജസ്റ്റ് വേവിക്കാൻ വെച്ചതിന് ശേഷമാണ് ഞാൻ എൻ്റെ പിക്കപ്പ് റുട്ടീനിലേക്ക് വരുന്നത്. അപ്പോൾ ഡെയിലി ഒരു 30 മിനിറ്റ്സ് എങ്കിലും നമ്മുടെ വീട്ടിൽ ജസ്റ്റ് സാധനങ്ങളൊക്കെ ഒന്ന് അതതിൻ്റെ പ്ലേസിലോട്ടൊന്ന് ആക്കി വെക്കാൻ, ജസ്റ്റ് ഒന്ന് മാറിയൊക്കെ എടുക്കുന്നുണ്ടാവുമല്ലോ, അങ്ങനെയുള്ളൊരു റുട്ടീൻ കഴിയുന്ന ദിവസങ്ങളിലും ഞാൻ ചെയ്യലുണ്ട്. ഇപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു മിസ്സിങ് എന്തായാലും വീട്ടിൽ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചെയ്തിടുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വീട് ഭയങ്കര ഒരു സമാധാനമാണ് ഇത് ചെയ്തിട്ട് കഴിഞ്ഞാൽ. ബെഡ്റൂംസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ബെഡൊന്നും വിരിച്ചിടാൻ സമയം കിട്ടില്ലെങ്കിൽ ഈ ഒരു സമയത്ത് പോയിട്ട് ഈ ഒരു സമയമാകുമ്പോഴത്തേനും എല്ലാവരും എഴുന്നേറ്റിട്ടുണ്ടാവുമല്ലോ, ബെഡൊക്കെ കറക്റ്റായിട്ടൊന്ന് വിരിച്ചിടാം. അതുപോലെ തുണികൾ എന്തെങ്കിലുമൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ പ്ലേസിൽ വെക്കുക. നമ്മൾ എന്തെങ്കിലും കവറുകളോ ബാഗുകളോ ഒക്കെ പുറത്തൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ അതിൻ്റെ പ്ലേസിലാക്കി വെക്കുക. അതുപോലെ നമ്മൾ ഡൈനിങ് ടേബിളിൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു വെക്കുക. സൈഡ് കൗണ്ടർ ടോപ്സൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിടുക. പിന്നെ ന്യൂസ് പേപ്പറൊക്കെ എല്ലാവരും വായിച്ച് അവിടെ ഇവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ, അതുപോലെ റിമോട്ട് കൺട്രോളൊക്കെ അവിടെ ഇവിടെയൊക്കെ എടുക്കുവാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ഇതിൻ്റെ യഥാസ്ഥാനത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ വീട് നല്ലൊരു ഓർഡറായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഡെയിലി ചെയ്യുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയ പണിയായിരിക്കില്ല. നമ്മൾ ഡെയിലി ചെയ്ത് പോവുകയാണെങ്കിൽ സാധനങ്ങളൊന്നും ഒരുവിധം മാറിക്കെടുക്കുന്നുണ്ടാവില്ല. പിന്നെ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണ് പിന്നെയും സാധനങ്ങളൊക്കെ ഒരുപാട് വലിച്ചു വാരിയൊക്കെ എടുക്കുക. കുട്ടികൾ ഇച്ചിരി മുതിർന്നും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരും ചിലപ്പം ഇതൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മളോട് കൂടുകയും ചെയ്യും കേട്ടോ. പിന്നെ അവർക്കും സാധനങ്ങൾ എവിടെയാണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനൊരു പിക്കപ്പ് റുട്ടീൻ ഉണ്ടാവുന്നത് ഒത്തിരി നല്ലതാണ് കേട്ടോ നമ്മളുടെ ഡെയിലി റുട്ടീനിൽ. ഇത് ഏത് സമയത്ത് വേണേലും ചെയ്യാം. ഇപ്പം നമ്മൾ വൈകുന്നേരം ചെയ്യുവാണെങ്കിൽ അപ്പോഴും നല്ലതാണ്. നമുക്ക് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മുടെ വീട് കാണുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും കേട്ടോ. വീടൊക്കെ നമ്മൾ ഈ നൈറ്റ് ടൈമിൽ നമ്മൾ കിച്ചൺ ഒതുക്കിയിടുന്ന പോലെ തന്നെ വീടും ഒന്ന് സാധനങ്ങൾ പെട്ടെന്നൊന്ന് ഒരു 10-15 മിനിറ്റ് മതി അതൊന്ന് ഒതുക്കിയിട്ടാൽ ശരിക്കും നല്ല ഒരു ഒതുക്കമുള്ള ഒരു വീടായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. ഞങ്ങളുടെ ഡൈനിങ് ടേബിളിൻ്റെ സൈഡിലുള്ള ഈ ഒരു കൗണ്ടർ ടോപ്പ് മിക്കവാറും എപ്പോഴും സാധനങ്ങൾ വന്ന് നിറയുന്നൊരു സ്ഥലമാണ്. ഞാൻ കഴിയണതും ഒഴിവാക്കിയിടാൻ ശ്രമിക്കലുണ്ട്. അതുപോലെ നല്ല പൊടിയും വരും കേട്ടോ. ഡോറിനോട് ചേർന്നിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ നല്ല പൊടിയും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഗ്ലാസ് ടോപ്പ് ആയതുകൊണ്ട് നമ്മൾ തുടച്ചിട്ട് കഴിഞ്ഞാൽ നല്ല വൃത്തിയിൽ കിടക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു 2 ദിവസമായി ആ ഒരു കൗണ്ടർ ടോപ്പ് തുടച്ചിട്ട്, അപ്പോൾ അതൊന്ന് നല്ലപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം കേട്ടോ.
ഇനി ഞാൻ 2 സ്റ്റീൽ ബോട്ടിൽ നിറയെ വെള്ളം എടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ വെള്ളം കറക്റ്റായിട്ട് എടുത്ത് വെച്ചാൽ മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ കറക്റ്റായിട്ട് വെള്ളം കുടിക്കുക. അതല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ഗ്ലാസ് പോയി കുടിച്ചപ്പോൾ നമുക്കൊരു കണക്കൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ വെള്ളം എടുത്ത് വെച്ച് ആ ബോട്ടിൽ ഫിനിഷ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി നമ്മുടെ വാട്ടർ ഇൻടേക്ക് ഇമ്പ്രൂവ് ആവുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ 2 ബോട്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളെവിടെയാണ്, കിച്ചണിലാണെങ്കിൽ കിച്ചണിൽ വെക്കുക, നമ്മൾ അകത്തോട്ട് പോകുമ്പോൾ അത് നമ്മുടെ കൂടെ കൊണ്ടുപോവുക. നമ്മുടെ ദിവസം കഴിയുമ്പോഴത്തേനും ആ 2 ബോട്ടിൽ ഫിനിഷ് ആക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ കഴിയുന്നതും ചൂടുവെള്ളം കുടിക്കാൻ പറ്റുമെങ്കിൽ ചൂടുവെള്ളം കുടിക്കുക. കാരണം ഈ ഒരു സമയത്ത് ചൂടുവെള്ളമാണ് ഏറ്റവും നല്ലത്. പിന്നെ കുറച്ച് തേങ്ങ ചിരണ്ടി എടുത്തിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഒരു പാത്രത്തിലോട്ട് ആക്കി എടുക്കുകയാണ്. പിന്നെതാ കുമ്പളങ്ങ വെന്ത് കിടപ്പുണ്ട്. ഇനിയിപ്പോൾ അത് തേങ്ങ അരച്ച് ചാറാക്കി എടുക്കണം. ലഞ്ചിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇനിയൊരു 30 മിനിറ്റ്സ് വർക്കൗട്ടിന് ശേഷമുള്ളൂ. കാരണം രാവിലെ തന്നെ ഇത് ചെയ്ത് തീർത്തില്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് എനിക്ക് നല്ല മടിയാവും. അപ്പോൾ പിന്നെ വേഗം തന്നെ അതിൻ്റെ കാര്യങ്ങൾ നോക്കുവാണ് കേട്ടോ. ഇനി അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷമാണ് കേട്ടോ പിന്നെ കിച്ചണിലേക്ക് വരുന്നത്. പിന്നെ നമുക്കുള്ള പണി എന്ന് പറഞ്ഞാൽ മോരുകറി റെഡിയാക്കി എടുക്കണം. അപ്പം ഞാൻ തൈര് വെച്ചിട്ട് തേങ്ങ അരച്ചെടുത്തു. തൈരും ഉള്ളിയും ജീരകമൊക്കെ സാധാരണ നമ്മൾ മോരുകറി ചെയ്യുന്ന പോലെ തന്നെ അടിച്ചെടുത്തിട്ട് കുമ്പളങ്ങ വേവിച്ചതിലോട്ട് ചേർത്തു. പിന്നെ പെട്ടെന്നൊരു ചീര തോരൻ വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മിക്സിയിലൊന്നും ഒതുക്കുന്നില്ല. പെട്ടെന്ന് തേങ്ങ ഇട്ടിട്ട് കടുക് പൊട്ടിച്ച് തേങ്ങയിട്ട് ഉള്ളിയിട്ട് ഇളക്കിയെടുത്ത് പച്ചമുളകും കീറിയിട്ടിട്ട് ചീരയും ഇട്ട് നല്ലപോലെ ഒന്ന് മൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മൊരിച്ചല്ല, ചീരയൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ കറക്റ്റായിട്ടുള്ള തോരൻ്റെ റെസിപ്പിയൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേനും നല്ല പോലെ വിശക്കും കേട്ടോ. നമ്മുടെ വർക്കൗട്ടും ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും അതിന് മുന്നേ ഇടയിൽ നമുക്കൊരു സ്നാക്ക് എന്തെങ്കിലും കഴിക്കാം. എന്തെങ്കിലും ഒരു ഫ്രൂട്ടോ അല്ലെങ്കിൽ നട്ട്സോ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടുണ്ടാവും. ഞാൻ അന്ന് എന്താ കഴിച്ചതെന്ന് തന്നെ ഓർക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കണം. ഇത് റെഡിയായിട്ട് കുളിച്ചിട്ട് വേണം ഫുഡ് കഴിക്കാൻ. അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്യുന്നൊരു എണ്ണയാണ് കേട്ടോ, നോമീസ് ധ്രുവി ഓയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ ഫേസ്ബുക്കിൽ കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ ഒക്കെ കണ്ടിട്ട് വാങ്ങിയ എണ്ണയാണ് കേട്ടോ. നല്ല ഇൻഗ്രീഡിയൻസ് ആണ്. പിന്നെ എനിക്ക് യൂസ് ചെയ്തിട്ട് മെയിനായിട്ട് ഇഷ്ടപ്പെട്ടൊരു കാര്യം, നമ്മൾ തലയിൽ എത്ര നേരം തലയിലിട്ടാലും നീരിറങ്ങില്ല. പണ്ടൊക്കെ എനിക്ക് ഏത് എണ്ണ കുറച്ച് നേരം അധികം ഇട്ടാലും തലനീര് ഇറങ്ങുമായിരുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നം ഇല്ല കേട്ടോ. പിന്നെ ഹെയർ ഫോളിന് വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറയത്തക്ക വലിയ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഇപ്പോൾ കൂടുതൽ നല്ലപോലെ തല വിയർക്കുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ മുന്നേ നമ്മൾ ആ ചെമ്പരത്തി പാക്കൊക്കെ ഇട്ട സമയത്ത് നല്ലപോലെ കുറവുണ്ടായിരുന്നു. പക്ഷേ ഇത് നല്ല ഒരു എണ്ണയായിട്ടാണ്, നല്ലൊരു റിവ്യൂ ഉള്ളൊരു എണ്ണയായിട്ടാണ് കാണുന്നത്. പിന്നെ എനിക്ക് ആഴ്ചയിൽ മാക്സിമം 2 ദിവസമൊക്കെ ഞാൻ എണ്ണ ഉപയോഗിക്കലുള്ളൂ. പിന്നെ എന്താ, മോരുകറിയൊക്കെ റെഡിയായി, ചീര റെഡിയായി. പിന്നെ കുറച്ച് അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പത്തിന് അരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് അരച്ചെടുക്കണം. പിന്നെ ഞാൻ ഉച്ച കഴിഞ്ഞ് വാക്കിങ്ങിന് പോയി. അപ്പം സാധാരണ ഒരു 30 മിനിറ്റ്സ് വർക്കൗട്ടും 45 മിനിറ്റ്സ് വാക്കിങ്ങും ഒക്കെയാണ് ഇപ്പം ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഡയറ്റ് തുടങ്ങിയിട്ട് ഒരു 2 മാസമായി. ഈ ഡയറ്റും വർക്കൗട്ടും നല്ല ചേഞ്ച് ഉണ്ട് കേട്ടോ. നല്ല ഒരു വ്യത്യാസം തോന്നുന്നുണ്ട്. ഞാനൊരു വെയിറ്റ് ലോസ് പ്രോഗ്രാം തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലൊക്കെ പിന്നെ എപ്പോഴേലും പറയാം. അപ്പോൾ ആ കപ്പി കാച്ചിയതാണ്, അതിന് അപ്പത്തിന് കലക്കിയൊക്കെ വെക്കണം. അപ്പോൾ അതൊക്കെയാണ് അന്നത്തെ വിശേഷങ്ങൾ. ഇത് എൻ്റെ വൈകുന്നേരത്തെ ഡിന്നറാണ് കേട്ടോ. പൈനാപ്പിൾ സ്മൂത്തിയാണ്. പൈനാപ്പിളും മിൻറ്റും ജിഞ്ചറും ഒക്കെ ഇട്ടിട്ടുള്ളൊരു സ്മൂത്തിയാണ് രാത്രി കഴിക്കുന്നത്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ ഉടനെ കാണാം. അതുവരേക്കും ബൈ.